ആളി കത്തുന്നു നോക്കിയേ. നല്ല ചൂടുണ്ടല്ലേ? അത്ര നല്ല രീതിയിലാട്ടോ കത്തുന്നേ. ഗൈസ് നല്ല ചൂടാട്ടോ. നമുക്ക് വേണേ കുറച്ച് കഴിഞ്ഞ് പോകാട്ടോ. വേറെ കാര്യമുണ്ട്. എന്നടാ ഓരോ കാറ്റ് വരുമ്പോ തീ മാറി മാറി പോവാ. നമ്മൾ വന്നപ്പോ ഇവിടെയായിരുന്നു തീ. നോക്കിയേ റഷ്യ മോസ്കോ നിർത്താൻ വണ്ടി അവിടെ നിർത്തും. അതായത് ഈ കാണുന്ന സാധനമാണ് വണ്ടിയിൽ നമ്മുടെ എന്താ പറയുക വൈപ്പർ ബ്ലേഡ്. അതായത് വൈപ്പർ ബ്ലേഡിൽ വെള്ളം വരുമല്ലോ, അപ്പം വിൻ്ററിന് ഒഴിക്കുന്ന സാധനമാണ് ഈ സാധനം. ഇത് ബില്ലടിക്കണോട്ടെ, നമ്മുടെ ഇതിൽ തീർന്നു. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ യാത്രയിലെ രണ്ടാമത്തെ ദിവസം, അതായത് റഷ്യക്ക് പോകുന്ന രണ്ടാമത്തെ ദിവസം നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കിനി 2 ദിവസം കൂടെ വേണം. അതെ ഗൈസ് നോക്കൂ, രണ്ടാം ദിവസം ആകെ നമുക്ക് ഓടാൻ പറ്റിയത് വെറും 700 കിലോമീറ്റർ ഒരു ദിവസം. അന്ന് വണ്ടി എടുത്തന്ന് 1 മണിക്കൂർ നമ്മൾ ഓടിച്ചിട്ടുള്ളൂ, 1.5 മണിക്കൂർ. ഗൈസ് നോക്കൂ, അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ വണ്ടി അങ്ങോട്ട് വലിയുന്നില്ല, എന്താന്ന് പിടുത്തം കിട്ടുന്നില്ല അല്ലേ ഗൈസ്. ആകെ ഒരു 700 കിലോമീറ്റർ, ഇനി 2000 സംതിങ് കിലോമീറ്റർ ബോർഡറിനുണ്ട്. എത്രയും പെട്ടെന്ന് ബോർഡറിൽ എത്തണം. കാരണം ഒന്നും കൂടെ പറയാണ്, നമുക്ക് ആകെ ഉള്ളത് 30 ദിവസത്തെ സ്റ്റിക്കർ വിസയാണ് റഷ്യയുടെ. അതിൽ 5 ദിവസം 6 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പം 2 ദിവസം കൂടെ എടുക്കാൻ വന്നിട്ട് 7 ദിവസം കഴിയും. അതിൻ്റെ ഇപ്പത്തേക്ക് റഷ്യൻ ബോർഡർ പിടിക്കണം. അബദ്ധം പറ്റി 20-ാം തീയതിക്ക് എടുത്താൽ മതിയായിരുന്നു. അതിന് ഇച്ചിരി നേരത്തെ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത കേട്ടോ. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഈ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ട്രക്കുകൾ നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഫുൾ എന്താണ് ഇതിന് പോർട്ടബിൾ ഹോം ആട്ടോ ഈ കാണുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കസാക്കിന്റെ എന്തെങ്കിലും ഡെവലപ്മെന്റ് പരിപാടികളോ അല്ലെങ്കിൽ ഗവൺമെന്റ് സാധനമൊക്കെ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത് ഈ RP പെട്രോൾ പമ്പിലാണ്. ഈ കാണുന്ന പാർക്കിംഗ് സ്പേസിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്. വലിയ ആളും സംഭവമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് ഉറാലിന് പോകേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങി. നമ്മുടെ ആദ്യത്തെ പരിപാടി ഇവിടുന്ന് ഡീസൽ അടിക്കുക. ബെൻസിലല്ല, ബെൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ എന്ന് പറയും, ഡീസൽ നമ്മൾ ഉറപ്പിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ മാറി ഇതാക്കി തന്നെ. പിന്നെ നമ്മൾ ടാങ്ക് മൊത്തം ഊരി അഴിച്ചെടുക്കേണ്ടി വരും. എവിടെയും വണ്ടി കഴുകാൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ വണ്ടി കഴുകണം. കഴുകാൻ കിട്ടൂല, അതിനെല്ലാം സ്വയം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വയമേ ഇല്ലാതെ തുല്യം. ഗൈസ് അത്രയ്ക്കും തണുപ്പാണ്. ഇന്ന് ഇച്ചിരി തണുപ്പിന് കുറവുണ്ട്. ഇത്രയും ദിവസത്തെ പോലെയല്ല, ഇത്രയും ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. ഇന്ന് ഇച്ചിരി തണുപ്പിന് കുറവുണ്ട്. അതുകൊണ്ട് ലിബി നിക്കറായി. പിന്നെ ഞങ്ങൾ ഫ്ലിപ്പും മറ്റു സാധനമൊക്കെ എടുത്തിട്ട് സാധാരണ നമ്മുടെ തനതായ സ്റ്റൈലിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇരിക്കാൻ നേരത്ത് വീണ്ടും പുറത്തോട്ട് വരാൻ നേരത്ത് നമ്മളെ കൊണ്ട് ഇതാവില്ല. നമ്മൾ പരമാവധി ഇവിടുത്തെ തണുപ്പിനോട് ഇണങ്ങി ചേരുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലേ. ഏതാണ്ട് നമുക്ക് 30 ലിറ്റർ എണ്ണയാണ് വേണ്ടത്. ആ 30 ലിറ്റർ എണ്ണ അടിച്ചിട്ട് വാഹനം എടുക്കാം. ഫ്രണ്ടിലേക്ക് എങ്ങനെയാണ്, റോഡ് എങ്ങനെയാണ്, 2 വരിയാണോ 1 വരിയാണോ, പെട്ടെന്ന് ഓടി എത്തുമോ ഇല്ലോ എന്നൊന്നും അറിയില്ല. റോഡ് ഒറ്റ വരിയാണ്, ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോൾ ഒറ്റ വരിയാന്നാണ് ഞാൻ സംസാരിച്ചായിരുന്നു. ഫൈനലി സ്റ്റാർട്ട്. നമ്മളങ്ങനെ വണ്ടി എടുക്കോട്ടെ. ഇവിടുന്ന് നേരെ എടുത്തിട്ട് ഇവിടെ നിന്ന് വെച്ച് നമുക്ക് സ്വന്തം എണ്ണ അടിക്കാം, അല്ല ഇവരോട് പറഞ്ഞ് ഇവർ അടിച്ചു തരും. മോസ്റ്റ് പമ്പിൻ്റെ അകത്ത് നമുക്ക് സ്വന്തമായിട്ട് അടിക്കാനുള്ള ഓപ്ഷനുള്ളൂ. ഈ RP എന്ന് പറഞ്ഞ പമ്പ് റോയൽ പെട്രോൾ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല എണ്ണ. ഇച്ചിരി വില കൂടുതലെന്ന കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യം നമ്മൾ ഉള്ളിൽ പോയിട്ട് യൂറോപ്പിലൊക്കെ പോലൊക്കെ തന്നെ കേട്ടോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംവിധാനമില്ല. ആദ്യം ഉള്ളിൽ പോയി കാർഡിന് എത്ര ലിറ്ററാണെന്ന് നമ്മൾ പോയി പറയണം. അപ്പോൾ അവരത് അനുവദിച്ച് തരും, റേഷൻ കടയിലെ പോലെ. അപ്പോൾ അനുവദിച്ച് തന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യണം, ആ സാധനം ഇവിടെ വന്ന് നമുക്ക് വേണം സെൽഫായിട്ട് അടിക്കാം, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ കൊണ്ട് അടിക്കാം. അങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് സംഭവം ചെയ്യാം. പുള്ളിക്കാർ ഇവിടെ തുറന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് വൃത്തിയാക്കുള്ള സംവിധാനം. പഴയ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ എന്താ പറയുക, കസാഖിസ്ഥാനിൽ 2ാമത്തെ പ്രാവശ്യമാണല്ലോ. ഈ കാണുന്നത് റഷ്യൻ ട്രക്കാട്ടോ. അതായത് സോവിയറ്റ് യൂണിയൻ്റെ പഴയ കാലത്തുള്ള വമ്പ സാധനമാണ്. ഇന്നത്തെ കാലത്തെ ഒരു ട്രക്കിനും ഇതിനോട് കിടപിടിക്കാൻ പറ്റൂല, അത്രയും പവർഫുൾ സാധനമാണ്. കുതിരേനെ കൊണ്ട് പോവുകയാണ് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. തൊട്ടപ്പുറത്ത് കാണുന്ന ചൈനീസ് ട്രക്ക്, ചൈനയിൽ നിന്ന് വന്ന എന്തൊക്കെയോ സാധനങ്ങളും സംവിധാനങ്ങളൊക്കെയാണ്. ആദ്യം നമുക്ക് എണ്ണ അടിക്കാം. ഇത് ഈ കാണുന്ന സാധനമാണ് വണ്ടിയിൽ നമ്മുടെ എന്താ പറയുക വൈപ്പർ ബ്ലേഡ്. അതായത് വൈപ്പർ ബ്ലേഡിൽ വെള്ളം വരുമല്ലോ, അപ്പം വിൻ്ററിന് ഒഴിക്കുന്ന സാധനമാണ് ഈ സാധനം. ഇത് ബില്ലടിക്കണോട്ടെ, നമ്മുടെ ഇതിൽ തീർന്നു പോയി. ഇത് പോയി ബില്ലടിച്ചിട്ട് പോട്ടെ. ലിബി എന്തൊക്കെയോ സാധനം മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ചേച്ചി ആദ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഭയങ്കര സുന്ദരനാണ്. വൺ മോർ ടെൽ. ബ്യൂട്ടിഫുൾ പാവട്ടോ. ഇവിടെ ഉള്ളേ ചേച്ചിമാരെ കറക്കെടുത്താലേ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ കേട്ടോ. അല്ലെങ്കിൽ നമസ്തേ, താങ്ക് യു. എണ്ണ അടിക്കോടാ പൈസ, എണ്ണയ്ക്കുള്ള പൈസ കൊടുത്തു. ഇവിടുത്തെ ചേച്ചിമാരെ വീഴ്ത്തുക. ഇനി അങ്ങോട്ട് അങ്ങനെയാണ്, പെണ്ണുങ്ങളെ വീഴ്ത്തിയാലേ ആണുങ്ങളെടുത്തുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഗൈസ് ഫൈനലി
ആ പരിപാടി കഴിഞ്ഞു. നേരെ റഷ്യ എണ്ണ അടിച്ച് തീർക്കട്ടെ കേട്ടോ. കഴിഞ്ഞ എണ്ണ അടിച്ചു. 30 ലിറ്റർ അടിച്ചു കഴിഞ്ഞോ? ക്ലോസ് ചെയ്തോ നീ? അത് ക്ലോസ് ചെയ്തോ? ഈ കാണുന്ന സാധനത്തിൻ്റെ അകത്താണ് നമുക്ക് എന്തൊഴിക്കണ്ടേ? കൂളണ്ട് തീർന്നില്ലേ? എവിടെ കൂളൻ്റ് തീർന്നാ? കൂളണ്ടല്ലേ ഇത്, മറ്റേ ആൻറ്റി ഫ്രീസ് ഓയിലാ? അത് തീർന്നില്ല ഇവന്. ഇതല്ലല്ലോ, ഇത് കൂളണ്ട് ഓയിലല്ലേ? അവിടെ തന്നെ വയ്ക്കണ്ടേ? കൂളണ്ട് കുറവാ കേട്ടോ, കൂളണ്ട് ഓയിൽ കുറവാ. ഇതിൻ്റെ അകത്താണ് ഒഴിക്കേണ്ടത്. ഇതാ തീർന്നത്. ആൻറ്റി ഫ്രീസ് ഓയിൽ അല്ലല്ല, ഇതെന്നാ ഇത് മറ്റേ വൈപ്പർ ബ്ലേഡിനുള്ള. അതായത് ഈ സാധനമാണ് മറ്റേ മഞ്ഞ് കട്ടാക്കി വിടും. അത് തന്നെ. മഞ്ഞ് പിടിക്കില്ല, മറ്റേ ഒഴിച്ച് കഴിഞ്ഞാൽ മഞ്ഞ് പിടിക്കും. ഉറക്കുന്നില്ല കാശ്മീരിൽ നിന്നൊക്കെ. ഇത് എവിടെ തീർന്നും പറഞ്ഞത്? തീർന്നു. കയറും അത് ഫുള്ള് കയറില്ല, കുറച്ച് ഒരു 2-3 ലിറ്റർ കയറും. മറ്റേ ഓയിലും അങ്ങനെ കൂളണ്ട് ഓയിൽ നമ്മൾ തണ്ണി ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യും. സാധനം ഒഴിച്ചൊഴിച്ചേ വെള്ളം കയറുന്നേക്കാളും നല്ല ഈ സാധനമൊക്കെ നമ്മുടെ ഇന്ത്യയിലാണ്. എന്ത് നല്ലതല്ലേ കാശ്മീർ ഭാഗത്ത്. അതിനടാ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായതുണ്ടോ? നമ്മുടെ എവിടെയാണ് വണ്ടി സ്റ്റാർട്ടാവുമോ? ഒരു മാസം ഇട്ട വണ്ടിയാ, ഒരു പ്രശ്നമില്ലാതെ സ്റ്റാർട്ടായെടുത്തു. നമ്മുടെ നാട്ടിൽ ഫെസിലിറ്റി ഇല്ലെന്നേ. നമ്മുടെ നാട്ടിൽ വിന്റർ ഫെസിലിറ്റി അങ്ങനെ പറയരുത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വളരെ റെയറാണ്. ഈ സാധനം ആരും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മേടിക്കൂല, അതാണ് കാര്യം. പിന്നെ അതേപോലെ തന്നെ വിന്റർ ഡീസൽ ഇല്ല. ചൈനയിൽ വിന്റർ ഡീസൽ ഉണ്ട്. അതും പറഞ്ഞിട്ട് കയറിയ കേസുണ്ട്, 2 കേസുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വിന്റർ ഡീസലിന് പൈസ കൂടുതൽ, സാധാ ഡീസലിന് പൈസ കുറവ്. നമ്മുടെ അടുത്ത് പ്രീമിയം നോർമലും ഇല്ല, ഏറ്റവും കൂടുതൽ ഏതാ അടിക്കുന്നത്? നോർമല്. അത് നമ്മുടെ ഒരു ഇതാണ്, പ്രശ്നമാണ്. അങ്ങനെ ഫെസിലിറ്റി കുറവ് പറയരുത്. ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ 2ാം ദിവസം യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ യാത്രയുടെ കുറേ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ യാത്ര ഇനി 2045 കിലോമീറ്റർ കേട്ടോ. 2045 കിലോമീറ്റർ. ഇന്ന് ഇത് കുറഞ്ഞേ അതിനാ ഒരു ദിവസം 2 പക്ഷെ പാകളാട്ടോ, നമ്മളെ ഇന്നാരും ഉദ്രവിച്ചിട്ടില്ലേ. ഇപ്പോൾ പറയുന്ന പോലെ അല്ല, നമ്മളെല്ലായിടത്തും വിട്ടിട്ടുണ്ട്. പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഒന്നും അല്ല കേട്ടോ. മറ്റു സ്ഥലത്തെ പോലീസുകാർ ഇവരുടെ കുറച്ച് തമാശ കളിച്ചെങ്കിൽ നിൽക്കുവാണ്. ഈ കാണുന്ന റോഡ് ഇതുണ്ട്, ആൾക്കാരൊക്കെ കൈ കാണിക്കുന്നുണ്ടല്ലോ ഇവനെ. അവരൊരു സന്തോഷം കണ്ടു. ഹായ് ഗൈസ്, നോക്കൂ, ഈ കാണുന്ന ഇതിൽ ഞങ്ങൾ നേരെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ കസാക്കിസ്ഥാനിലെ പോലീസുകാർക്ക് പ്രത്യേകതയുണ്ട്. കുറെ തമാശ പറയും. നമ്മൾ ഇവരുടെ കൂടി കൂടി തമാശ പറഞ്ഞ് ചിച്ചും കളിച്ചിരിക്കുകയാണ്, നിങ്ങൾ പൊക്കോളാൻ പറയും. ഈ കാണുന്ന ടൂള് എന്തായാലും ഉപകാരമായിട്ടോ. അത്യാവശ്യം എല്ലാ സാധനവും കിട്ടുന്നുണ്ട് അല്ലേടാ ലിപി? ഇന്നലെ കിട്ടി, ഇന്നലെ ഓടിച്ചാടി വന്ന് കിട്ടി അല്ലേ? ഫൈനലി ഐ ആം ഗോയിങ് ടു റഷ്യ ഗൈസ്. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു റഷ്യ ചെല്ലണം, റഷ്യ കാണണമെന്നുള്ള. അല്ലേ? എനിക്ക് യൂറോപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച റഷ്യ പോകണമെന്നാ. റഷ്യ ഒന്ന് കാണണം അല്ലേ? 1500 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റഷ്യ കേട്ടോ. അതായത് റഷ്യൻ ടൈപ്പ് ഓഫ് കൾച്ചർ, റഷ്യൻ ടൈപ്പ് ഓഫ് സെറ്റപ്പുകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. യെസ് ഗൈസ്, നോക്കൂ, ഫൈനലി അത്രയും വേണ്ട ഗൈസ്, നോക്കൂ, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നോ. റഷ്യയുടെ കിടിലൻ കാഴ്ചകൾക്കായിട്ട് എന്തായാലും നമുക്ക് അങ്ങനെ ഇന്നത്തെ പരിപാടി തുടങ്ങാം.
सपने में देखूं मेरे ഗൈസ് നോക്കൂ, ഞങ്ങളുടെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു 1500 കിലോമീറ്റർ ഓടിക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനിയുണ്ട് 1979 ബോർഡറിലേക്ക്. ഇന്ന് ഓടിത്തീർന്നില്ല, വീണ്ടും നമ്മൾ ഡിലേ ആവട്ടോ. അല്ലടാ, എങ്ങനെയെങ്കിലും ഇന്ന് ഒരു 1000 കിലോമീറ്റർ എങ്കിലും 1200 എങ്ങനെ ഓടിക്കണം, എന്നാലും മറ്റന്നാളത്തേലെങ്കിലും എത്താൻ പറ്റുള്ളൂ, രാത്രിത്തേലെങ്കിലും അല്ലേ? ഗൈസ്, അല്ലെങ്കിൽ എന്നെ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിലേ ആവും കേട്ടോ. കാരണം ഈ പ്രാവശ്യം എന്നാ ഓടിച്ചിട്ട് എത്തുന്നില്ല സത്യം അല്ലേ. എനിക്ക് വീട്ടിൽ പോയിട്ട് നമ്മൾ സഫാരിയൊക്കെ ഓടിച്ചിട്ട് ഇത് വന്ന കാരണമാണെന്ന് എനിക്ക് തോന്നുന്നത്. വണ്ടി ഒരു വലിയ ആകെ ഇവിടെ 110 കിലോമീറ്റർ നമ്മുടെ വണ്ടി പായുള്ളൂ. ഇതാ 160 170 കിലോമീറ്ററിലൊക്കെ ബാക്കിയുള്ള വണ്ടി പോകുന്നത്. ലോറി വരെ 110 120 പോകുന്നത്. അപ്പം നമ്മുടെ വണ്ടി വലിയുന്നില്ല. നമ്മുടെ മാക്സിമം 110 നമ്മുടെ വണ്ടി പറയുന്നത്. അത് മാത്രമല്ല, ഓവർ കാലം കൊടുക്കാൻ പറ്റില്ല. ബെൽറ്റൊക്കെ ഏകദേശം കാലകരണപ്പെട്ടു. ഏതാണ്ട് 6-8 മാസമായി ആ ബെൽറ്റ് ഇട്ട് ഓടുന്നു. അതൊക്കെ മാറണം. റഷ്യയിൽ എല്ലാം റഷ്യയിൽ നിന്നാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അത് എന്നാ പറയുക, നമ്മൾ ഓവർ പ്രഷർ ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ടയർ പിന്നെ പഞ്ചറും അതുപോലൊക്കെ ആളെ സാധ്യത. ഞാൻ ആലോചിക്കുന്നേ, നമ്മൾ ചവിട്ടിപ്പറ്റി ഉള്ള സ്പീഡ് മൊത്തം ഇപ്പൊ 110 വണ്ടിയുള്ളേ. നമ്മുടെ വണ്ടീനെ എല്ലാ വണ്ടിയും ഓവർടേക്ക് ചെയ്ത് പോവുക. സാധാ കൊച്ചു കാറ് വരെ ഇവിടെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോവുക. ഞങ്ങള് ഫാസ്റ്റാക്കിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ലോറി ട്രാക്കിൽ കയറിയേക്കാം. ലോറികൾ ഫാസ്റ്റാക്കി കയറി പോവുക അല്ലേ. പോകുന്നവരും വരുന്നവരെല്ലാം ഇൻഡിക്കേറ്റർ ഇടും. ഇവിടുത്തെ ഭാഷ തെറി വിളിച്ചിട്ട് പോയി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ലോക്കായത് 110 മേളിലേക്ക് സാധനം പോവുകയല്ല. അതുപോലെ ഓടാനുള്ള സെറ്റപ്പും ഇല്ല കേട്ടോ. കാരണം എത്ര ലോഡ് കയറിയിരുന്നു. പിന്നെ ഈ പോകുന്ന പോക്ക് ഇങ്ങനെയാണ് നമ്മൾ ഓടിക്കുന്നെങ്കിൽ 6-7 മൈലേജ് മാക്സിമം കിട്ടുള്ളൂ. ഇച്ചിരി മയത്തിൽ ഓടിച്ചാലേ 10-12 കിട്ടുള്ളൂ. അത് RPM 3-ന്റെയും 1-ന്റെ ഇടയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ശരിയാട്ടോ. എനിക്ക് തോന്നുന്നത് ഫോഴ്സിന്റെ വണ്ടി ആദ്യമായിട്ടാണ് തോന്നുന്നത് റഷ്യയിലോട്ട് കയറാൻ വേണ്ടി പോകുന്നത് അല്ലേ. സത്യം കേട്ടോ, അറിയില്ല, ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എത്ര രാജ്യം ഓടിക്കണമെന്നറിയാം. നമ്മൾ ഒരു എണ്ണം പറഞ്ഞ രാജ്യങ്ങൾ ഓടിച്ചിട്ടുള്ളൂ. ഇനി എത്ര രാജ്യം ഓടിക്കാൻ കിടക്കുന്നു, എത്ര സംസ്കാരങ്ങൾ, എത്ര ഭാഷകൾ, എത്ര ടറേനുകൾ, എന്തൊക്കെ ഇനി നമുക്ക് ചെയ്യാനുണ്ട് അല്ലേടാ ലിബിയ? അതെ, ഇവൻ പറഞ്ഞ വളരെയധികം കാര്യമായിട്ട് ഞാൻ അതിൽ ആലോചിക്കുന്നത്. ഈ ഫോഴ്സിന്റെ വണ്ടി ഇങ്ങനെ പോകാൻ നേരത്ത് 100 രാജ്യത്ത് ഇങ്ങനെ കയറി കഴിഞ്ഞാലേ ആദ്യമായിട്ടായിരിക്കും കയറുക അല്ലേ. കേരളത്തിലൊരു കാലാവസ്ഥ, ഹിമാചൽ പ്രദേശിലൊരു കാലാവസ്ഥ, മധ്യപ്രദേശിലൊരു കാലാവസ്ഥ, തമിഴ്നാട്ടിലൊരു കാലാവസ്ഥ, മനസ്സിലായോ? ഇതൊരു പ്രൊവിൻസ് ആയിരിക്കൂടാ, മീൻസ് ഒരു ജില്ല. പിന്നെ ചിലപ്പോ എങ്ങനെ സംബന്ധിച്ചാൽ മഞ്ഞുകാലത്ത് എല്ലായിടത്തും മഞ്ഞ് വീഴുമായിരിക്കും. അല്ല, ചില പ്രൊവിൻസിന്റെ അകത്ത് പെട്ടെന്ന് മഞ്ഞ് മായും. അല്ല, ചിലപ്പോൾ അങ്ങനെ ഇതിന്റെ എന്തേലും ഒരു ബാക്കി പത്രം കാണേണ്ടത്. ഇവിടെ സിഗ്നൽ ഹൈവേയില് ഇങ്ങോട്ടും ശരിയാട്ടോ. പ്രൊവിൻസ് മാറി, സിഗ്നൽ വന്നു. ഇത് ഗ്രാമത്തിലോട്ട് വന്ന റോഡുകളായത്. എൻ്റെ ഒരു വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതങ്ങനെ വലിയ മഞ്ഞൊന്നും വീടില്ലാത്ത സ്ഥലമായിരിക്കും അല്ലേ പിന്നെ? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. സിഗ്നൽ വീണു കേട്ടോ. ഹൈവേയിൽ സിഗ്നൽ ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇത് 100-120 കിലോമീറ്റർ വണ്ടി ഒറ്റ ചവിട്ടാ. ഇത് അവിടെ വെയിറ്റിംഗ് ഷെഡ് ഒക്കെ നോക്കി വെയിറ്റിംഗ് ഷെഡ് നല്ല രസമുണ്ടല്ലേ. അത് വെയിറ്റിംഗ് ഷെഡ് ആണോ അതിന് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനമൊന്നും ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ വരുന്ന വഴിക്ക് വാഹനം നിർത്തി. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു കൃഷി കഴിഞ്ഞിട്ടുള്ള ഒരു കൃഷി രീതി ഞാൻ കാണിച്ചു തരാം. ഗൈസ് നോക്കൂ, ഇതാ ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയാക്കുന്നത്. ലിബിൻ ഈ നോക്കി നിൽക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷി കഴിഞ്ഞിട്ട് വിൻ്റർ ആണല്ലോ, വിൻ്റർ കഴിഞ്ഞ് ഇപ്പോൾ സമ്മറിലേക്ക് കടക്കാൻ വേണ്ടി പോകണല്ലോ. അപ്പം കൃഷിഭൂമികളെല്ലാം ഇവർ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ എന്നാ പറയുക ഇപ്പം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ചോളമാണെന്ന് തോന്നുന്നു. ഈ ചോളം വീണ്ടും ആയിട്ടുണ്ടാവും. അപ്പം അതിനെ മൊത്തം സഞ്ചാരി ഒരു വെള്ളം കൊണ്ട് അങ്ങോട്ട് പോയി സിഗരറ്റും കൊണ്ട് ആ സിഗരറ്റ് അവിടെ ഇട്ടു. യൂറോപ്പ് ഇതേപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരു സംവിധാനം കണ്ടമാനം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ട്. ഇതുണ്ട്, ഈ പുകഞ്ഞു പൊങ്ങുന്ന അവിടെ ഉണ്ടായിരുന്നു തീ, ഇവിടെ ഉണ്ടായിരുന്നു തീ. പിന്നെ അതുകൂടാതെ ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തീ ഉള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കത്തുന്നുണ്ട്. ഒന്നും പറയണ്ട, സഞ്ചാരിനെ ഇപ്പം പോലീസ് നോക്കിയേ, ആളി കത്തുന്നു നോക്കിയേ. നല്ല ചൂടുണ്ടല്ലേ. അത്ര നല്ല രീതിയിലാട്ടോ കത്തുന്നത്. ഗൈസ് നല്ല ചൂടാട്ടോ. നമുക്ക് വേണേൽ കുറച്ച് കഴിഞ്ഞ് പോകാട്ടോ. വേറെ കാര്യമുണ്ട്, എന്നാടാ, ഓരോ കാറ്റ് വരുമ്പോൾ തീ മാറി മാറി പോവാ. നമ്മൾ വന്നപ്പോൾ ഇവിടെയായിരുന്നു തീ, ഇപ്പൊ അങ്ങോട്ട് മാറി. അത് ശരിയാണല്ലോ, തീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. കളർ നോക്കിയാ ലാഭ പൊട്ടുന്ന പോലെ, ലാവയുടെ കളർ പോലെ. എന്നാ പുകയാന്ന് നോക്കിയേ ഗൈസ്. ഇതിവിടെ ഇങ്ങനെ ഉള്ള കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന റൂട്ടിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് ഗൈസ്. ആ ഒരു സ്നോഫോളൊക്കെ മാറി
ഈ ഒരു ഇതിൻ്റെതായ ഒരു പീക്ക് ടൈമിലേക്ക് കസാക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് നല്ല ക്ലൈമറ്റ്. ഒരു 2 മാസം കഴിഞ്ഞ് ഈ റൂട്ടിൽ കൂടെ വരുന്ന പച്ചപ്പിൻ്റെ അർമാദമായിരിക്കും കേട്ടോ, അർമാദം. നമ്മളിനി പോകുന്നത് അങ്ങോട്ട് സൂപ്പർ ആയിരിക്കും. ഞങ്ങൾ ഒരു മാസം യൂറോപ്പിൽ കയറുമ്പോഴത്തേനും ഫുള്ള് പച്ചപ്പൊക്കെ ഇങ്ങനെ വിരിച്ച് വാന്നും പറഞ്ഞായിരിക്കും നമ്മൾ വിളിക്കുന്നത്. യെസ് ഗൈസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ്, ദാറ്റ് ഈസ് ദ നോക്കിയേ DF-ന്റെ ട്രക്കൊക്കെ വരുന്നൊക്കെ ഈ ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നതിനെ സംബന്ധിച്ച് വിൻ്ററിൻ്റെ വിഷയങ്ങളായതുകൊണ്ടാണ് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ റെഡിയായി സെറ്റപ്പായിട്ട് വരും. ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. കണ്ടാ എത്രയോട്ടൊന്നും ഇവിടെ അവിടം വരെ പോയ ഇനി ഒരു കാറ്റ് ഇങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് കത്തും. പക്ഷേ ഇത് റോഡ് കിടന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോവുകയല്ല കേട്ടോ. കാരണം ഇവിടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഓൾറെഡി കത്തിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതും കൂടി ഉള്ളു കത്തിക്കാനായിട്ട്. ഇവനെ ഏതോ സഞ്ചാരിയുടെ പ്രശ്നം തന്നെയാണ് ഗൈസ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ റോഡിലൊക്കെ പിന്നെ ട്രക്ക് നിർത്തിയിട്ട് ആൾക്കാർ കാര്യസാധ്യത്തിന് പോകാറുണ്ട് കേട്ടോ. ചൈനയിലും ഉണ്ട് കേട്ടോ, ചൈന കണ്ടമാനമുണ്ട്. എല്ലാ രാജ്യത്തും ഉള്ള യൂറോപ്പിലുണ്ടോ നമുക്ക് അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പറയാം. യൂറോപ്പിലും ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് പെട്ടെന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ ചെയ്യും. ഗൈസ് ഇതുണ്ട് ഓരോ ട്രക്കുകളൊക്കെ വരുന്നുണ്ട്. കൊതിയാവും കേട്ടോ, അത്ര ലുക്കുള്ള DF-ന്റെ ട്രക്കൊക്കെയാണ് ഈ വരുന്നത്. ട്രക്കാട്ടോ രസം. നിനക്ക് ഇഷ്ടം? എനിക്ക് വോൾവോ. DLF-ന്റെ വണ്ടി. ഇത് DF. വേറൊരു കോമഡി ഉണ്ട് കേട്ടോ. അതായത് ചൈനക്കാരാണ് വോൾവോ ഇറക്കുന്നതെങ്കിൽ അത് വോവോ, വാനാണേലും വാൻ. അങ്ങനെയാണല്ലോ അവരുടെ രീതികൾ. അവരെങ്ങനെയും കാശുണ്ടാക്കും. ഗൈസ് നമുക്കിങ്ങനെ നിർത്തിക്കളയാൻ സമയമില്ല കേട്ടോ. ഒരു വശത്ത് കാർനെറ്റ് തീരുന്നു, മറ്റേ വശത്ത് വിസ തീരുന്നു, ഓരോ വശത്ത് ഓരോന്ന് തീരുന്നു. ഇല്ല ലിബി, നമുക്ക് കാർനെറ്റാണ് വിഷയം. ഇനി ഇത്ര വലിയ കാർനെറ്റ് എടുക്കണ്ട, ചെറുതെടുത്താൽ മതി അല്ലേ? 10 പേജിൻ്റെ എങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഷൂ കൂടി അവിടെ വെച്ചിരുന്നത്. നീയോ? എൻ്റെ ഷൂ ഞാൻ എടുത്തിട്ടില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നത്. നടുക്കാണോ? ഗൈസ് പോയേക്കാട്ടോ. സമയം നാട്ടിൽ 3 മണിയും ഇവിടെ 2:30. അല്ല, നാട്ടിൽ 3:03, ഇവിടെ 3:02, 3:04, 2:30. എങ്ങനെയാന്ന് വെച്ചാൽ ഇനി നമുക്ക് ഒരു ദിവസം 1 day 1 hour. ഇന്ന് ഓടിത്തീരും ഇവനെ. ഇത് ഓടിത്തീരും. നാളെ തന്നെ എത്തും നമ്മൾ. നാളെ രാത്രി എത്തും. ഇനി 1,900 ഉണ്ടോ ഇനി ഓടാൻ വേണ്ടി? കഴിച്ച് ഇത് കണ്ടോ, ഈ കാണുന്ന ഇതിലാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത് കേട്ടോ. നോക്കവനെ ചെറുപ്പാഞ്ഞ് വരുന്നത് സ്പീഡാടാ. പക്ഷേ ചവിട്ടിയൊന്നും കിട്ടുമൊന്നുമില്ല. വണ്ടിയൊന്നുമില്ല. ഗൈസ് നമ്മുടെ വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ, 100, 110 അത്രേ കിട്ടുള്ളൂ. അതിലാണ് മാക്സിമം പോകുന്നത്. 180 ഒക്കെ കാണിക്കുന്നതിൻ്റെ അത് കട്ടിലല്ലേ? ഗൈസ് നോക്കി, ഇത് സ്പീഡ് ബ്രേക്കർ വെച്ചേക്കുന്ന വണ്ടി കേട്ടോ. ഇന്ത്യൻ നിയമം അനുസരിച്ച് മാക്സിമം 110 അത്രയും കാര്യം ഇതിൽ ഓടിക്കാൻ പാടുള്ളൂ. അപ്പം കമ്പനി വന്നപ്പോൾ തന്നെ അങ്ങനെ എന്തോ ഉള്ള കേട്ടോ. അതുകൊണ്ടാണ് ഈ സംഭവം കയറാത്തത്. ഇതാണ് ഇതിൻ്റെ മാക്സിമം. ചിലപ്പോൾ വണ്ടിയുടെ സ്റ്റെബിലിറ്റിനെ ബാധിക്കുമായിരിക്കും ഇവനെ. അതായിരിക്കും. അങ്ങനെയല്ലേ രാത്രി പറഞ്ഞാൽ? ഗൈസ് നോക്കുക, അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ ഈ ഉള്ള സ്പീഡിൽ തന്നെ മാക്സിമം സ്പീഡിൽ പോകാട്ടോ, അല്ല അത്രത്തോളം നമ്മൾ ഡിലേ ആവും. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വരുന്ന വഴിക്ക് വാഹനം നിർത്തി. അതായത് കസാക്കിസ്ഥാനിലുണ്ടല്ലോ, ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തോട്ട് പോകാൻ നേരത്തെ കൾച്ചർ, അവരുടെ കുറച്ചൊരു സംഭവങ്ങൾ മാറുന്നുണ്ട്. ഇവർക്കും നമ്മുടെ നാട്ടിലെ പോലെ പല പല ഭാഷ, വീട്, ഇതിൻ്റെ സംവിധാനത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതുണ്ടോ ഈ സ്ഥലത്തെ ഈ ഒരു വശത്തോട്ട് നോക്കിയേ, ഇവിടുത്തെ വീടുകളും സംവിധാനങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഈ അത്യാവശ്യം വേസ്റ്റും അതൊക്കെ റോഡിൽ അങ്ങനെ കിടക്കുന്ന അങ്ങനത്തെ സെറ്റപ്പായിട്ട്. പക്ഷേ ചില സ്ഥലങ്ങൾ അൾട്രാ ക്ലീൻ ആയിരിക്കും അല്ലേ ഇവന്? ചില ഗ്രാമങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് പോലും ഇടാൻ വേണ്ടി അവർ സമ്മതിക്കില്ല. ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ നല്ല അടിപൊളി വേസ്റ്റ് കാര്യങ്ങളാണ്. എല്ലാ രാജ്യത്തുള്ള. കൈസ് ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ വീടുകൾ കേട്ടോ. ഈ കാണുന്ന ഡ്രൈവർമാരെല്ലാം നമ്മുടെ വീഡിയോ എടുക്കട്ടെ. ഈ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരെല്ലാം നമ്മുടെ വണ്ടിയുടെ വീഡിയോ എടുക്കുക, നമ്മളെ വിഷ് ചെയ്യും. അങ്ങനെയുള്ള കാര്യം നോക്കി ഇവർ സൂപ്പറാണ്. ഇതുണ്ടോ ഇവരെ മണ്ണുകൊണ്ടുള്ള മതിലാട്ടോ. ഈ കാണുന്ന മതിലുണ്ട്, ഇത് ഫുള്ള് മണ്ണാണ്. പക്ഷേ പുറത്തേ നോക്കണ്ട, ഉള്ളിലോട്ട് നല്ല നല്ല വീടുകളാണ്. ഗൈസ് നോക്കി, ഇതൊരു ചെറിയ ഗ്രാമം കേട്ടോ, അത്ര വലിയ ഗ്രാമമൊന്നും അല്ല. ബംഗ്ലാവ് സെറ്റപ്പ് ഇല്ലേ ഞങ്ങൾക്ക് ആ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ എങ്ങനെയാ വെച്ചാൽ ഒരു പള്ളി ഉണ്ടാവും, ആ പള്ളിയോട് ചേർന്ന് ഇഷ്ടം പോലെ വീടുകളുണ്ടാവും. ചില സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ പള്ളി ഉണ്ടാവില്ല, പക്ഷേ ഇഷ്ടം പോലെ വീടുകളുണ്ടാവും. ഇതുണ്ടോ ഇവിടെയൊക്കെ കണ്ടമാനം വീടുകൾ നമുക്ക് കാണാം കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ കിട്ടുന്ന സ്ഥലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇങ്ങോട്ട് ചെല്ലാൻ നേരത്ത് റഷ്യയുടെ അല്ലേ, നമ്മളന്ന് റഷ്യയുടെ ഉള്ളിൽ കയറും വേറൊരു ഫീലായിരുന്നു. ഉറാൽ എന്ന് പറഞ്ഞ സ്ഥലം കിട്ടില്ലെന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. റഷ്യ കയറാൻ നേരത്ത് ശ്രദ്ധിക്കണം, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും പോകാൻ പാടില്ല. ഗൈസ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. റഷ്യയിലെ എല്ലാ സ്ഥലത്തൊന്നും സിവിലിയൻസിന് എൻട്രി ഇല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കയറി കഴിഞ്ഞാൽ വമ്പം ഫൈൻ. അവരുടെ ഭാഷ പറയും, നമ്മൾ ഹൂതാന്ന് പറയും, കേൾക്കും. പിന്നെ വേറെ കേസുണ്ട്, റഷ്യയിൽ ലൈൻ ട്രാഫിക് വളരെ ശ്രദ്ധിക്കണം. കസാക്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, വമ്പം ഫൈൻ കിട്ടും. റഷ്യ ടോളുണ്ട്. പിന്നെ ഇവിടെയും റഷ്യയിലും യൂറോപ്പിലൊക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വണ്ടിയുടെ ഹെഡ് ലാമ്പ് ഇതേപോലെ ഓൺ ആക്കി ഇടണം. ഇതിൽ ഓടുന്ന വണ്ടികൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, എല്ലാ വണ്ടിയിലും ഹെഡ് ലാമ്പ് ഇട്ടുണ്ടാവും. ഇന്നലെ രാത്രി തന്നെ പിടിച്ചപ്പോൾ ഓടി വന്ന് ലൈറ്റ് വന്നിട്ട് നോക്കി, ഇങ്ങനെ നോക്കി. പക്ഷെ അവർക്കൊന്നും കിട്ടി. ഇവരെ പോലെ പാവങ്ങളായിരിക്കൂല ഇനി എല്ലാ സ്ഥലത്തും. ഇല്ല, ഇത്രയും
രാജ്യങ്ങളിൽ വണ്ടി ഓടിച്ചില്ലേ ഏറ്റവും നല്ല പാവം പോലീസുകാരും നമ്മളൊരു കാര്യം പറഞ്ഞു ചെയ്തു തരുന്ന ഒരു പോലീസുകാരും ഇവരാട്ടോ. എല്ലാ വണ്ടിയിലും ലൈറ്റ് ഉണ്ട്, ഞങ്ങളും ലൈറ്റ് ഇട്ടാക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ പോകാൻ സുഹൃത്തുക്കളെ. ഇതൊരു ഇച്ചിരി പെട്രോൾ ബാലൻസ് ഉള്ള കേട്ടോ എൻ്റെ ഷൂവ്. വണ്ടി ഫുള്ള് ഇന്നലെ ഞാൻ ഇവിടെ ഒരു സാധനം കിട്ടി, ഈ സൂര്യകാന്തിയുടെ തിന്നുന്നൊരു സാധനം ഈ വണ്ടിയിൽ ഇച്ചിരി കച്ചറ. ഇങ്ങനെ തിന്നേ ഞാൻ തൊണ്ടോടുകൂടി തിന്നു. തൊണ്ടോടുകൂടി വെറുതെ അല്ല നിനക്ക് പണി പാളിയത്. ഇതിൻ്റെ ഉള്ളിലെ സാധനം ഇവിടെ കഴിക്കണ്ടേ? കഴിച്ചതേ ഒന്ന് തൂത്ത് കളയണം വണ്ടി വൃത്തിയായിട്ട്. പല പല സാധനങ്ങൾ റോസ്റ്റ് ഉണ്ട് അല്ലേ, പച്ചക്കുണ്ട്. ഇവരെ വണ്ടിയൊക്കെ നോക്കൂ കേട്ടോ, വണ്ടിയൊക്കെ നോക്കിയിട്ട് ഇവർ കയറ്റി കൊടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വൃത്തിയായിട്ട് വേണം കേട്ടോ എല്ലാ സ്ഥലം വെക്കാൻ വേണ്ടി. കിടിലൻ ഷൂ ആട്ടോ ഇതാ കമ്പനി, മേടിക്കേണ്ടവർ മേടിച്ചോ. ഒന്നും നോക്കാമല്ലോ, പൈസയും കുറവാട്ടോ. അതിനിടയ്ക്ക് കല്ലുണ്ടെന്ന് അവൻ പറഞ്ഞു. സാധനം ആണ് അല്ലേ? എവിടെയാടാ കല്ല്? പൈസ ഇപ്പം മേടിച്ചോളൂ കേട്ടോ, ടാഗ് ഇതാ. ഉദാ പറഞ്ഞു പോയി മേടിച്ചത്. എവിടെ ഈ സാധനം ഇവിടെ വരാൻ നേരത്ത് കെട്ടണം കേട്ടോ, അല്ല വണ്ടി ഹീറ്റ് ആവൂല. എന്തിയെ കിട്ടുമോ? അതിനാണല്ലോ ഇത്. അതല്ല ഇത് താഴെ വേറെ ഒരു എല്ലാം കൂടെ ഉണ്ടായിരുന്നല്ലോ. കല്ലെടുത്ത് കളഞ്ഞില്ല, പഞ്ചറാവും കേട്ടോ. എൻ്റെ അമ്മേ, അതിനാണ് ഇത്. അങ്ങനെയൊന്നുമല്ല, നമ്മളങ്ങ് എടുക്കുക. ഈ ഒരു ടയർ പുത്തൻ ടയറാട്ടോ. വേറെ അതോ ഇതിൻ്റെ അകത്തുണ്ടോ? ഇത് പുത്തൻ ടയറല്ല, അതാ പുത്തൻ ടയർ. അത് കാരണമാണ് കല്ല് കയറുന്നത്. ബേക്കിലെ ടയറോ കുഴപ്പമൊന്നുമില്ല. ഈ ടയർ ഏകദേശം ഇതിട്ട് ഓടാൻ പറ്റില്ല കേട്ടോ, ഇത് പോയി. അമ്മങ്ങി. കാലാവസ്ഥ നല്ലതായതുകൊണ്ട് ഈ പരിപാടിയൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല കേട്ടോ. അല്ലാതെ പിന്നെ അതിന് തണുപ്പും ഇല്ല, അതുകൊണ്ട് വെയിലുണ്ടോന്ന് വെച്ചാൽ വെയിലും ഉണ്ട്. പക്ഷെ ഇന്നലെ ഇതും പ്രതീക്ഷിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാ, വിറച്ചു. ഒരു കാറ്റ് ഇങ്ങോട്ട് വന്ന. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കാറ്റാണ്, വിൻഡ്. എൻ്റെ പൊന്നു മോനെ, അത്യാവശ്യം ഇനിയും ഓടാനുണ്ട് സുഹൃത്തുക്കളെ, തീർന്നിട്ടില്ല കേട്ടോ. തീരുമെന്ന് തോന്നുന്നില്ല അല്ലേടാ? പിന്നെ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനിയുണ്ട് 1920. അവർ ഒന്ന് കുഴയുമായിരുന്നെങ്കിൽ 24 മണിക്കൂറാവും അല്ലേ? 900 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് 12 മണിക്കൂറാവും. 900 കിലോമീറ്റർ ഒന്ന് ഓടിച്ചാൽ മതി. എത്ര? 900 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 12 മണിക്കൂറാവും. ഒന്നും പോയിട്ടില്ലല്ലോ? ഇല്ല. ഉറപ്പല്ലേ? എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സ് പറയുന്നത് നാളെ രാത്രിത്തോടെ നമുക്ക് ബോർഡ് കയറാൻ പറ്റുമെന്ന്. 24 ആയതുകൊണ്ട് രാത്രി കയറുന്നതാണ് നല്ലത്. അതിനാ രാത്രി കയറുന്ന പ്രശ്നം ഉണ്ടാവും. ഫൈനലി നമ്മളങ്ങനെ നേരെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഗൈസ്, നമ്മുടെ നാട്ടിലെ ദാബ പോലെയുള്ള സംഭവമാണ് ഇത്. ഇവിടെ ഇത് കണ്ട, ഇതാണ് കസാക്കിസ്ഥാനിലെ ദാബ പ്ലസ് കിടക്കാനുള്ള സ്ഥലം, വണ്ടി പാർക്കിംഗ്, പിന്നെ ബാത്റൂമിൽ പോവാം. പിന്നെ അതേപോലെ തന്നെ ഇത് ഇച്ചിരി സാധാ ലെവൽ, അവിടെ കെട്ടി വണ്ടി ചെക്ക് ചെയ്യാം കേട്ടോ. അത് ഇവിടെ എല്ലായിടത്തുള്ള സംഭവം കേട്ടോ. ചൈനീസ് വണ്ടികൾ നോക്കി എത്ര എണ്ണം കിടക്കണേ. ലാൻഡ് ക്രൂസർ, അത് ലാൻഡ് ക്രൂസർ ഒന്നുമല്ല, ചൈനയുടെ ടങ്ക് ഭയങ്കര ഫേമസ്. ഇതുണ്ടോ, ഇവിടെ ഫുഡുണ്ട്, പിന്നെ WC എന്ന് എഴുതി അവിടെ ടോയ്ലറ്റ് ഉണ്ട്, പൈസ കൊടുത്താൽ മതി. ഇവിടെ പള്ളിയുണ്ട് നിസ്കരിക്കാൻ. ഇവിടുത്തെ തനതായ വേഷത്തിൽ ആൾക്കാരുണ്ട്. ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ കിർഗിസ്ഥാനാണ്. ഇത് കിർഗിസ്ഥാൻ വണ്ടികളാണ്. ഇതേ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഞാനിവിടെ വണ്ടി നിർത്തുന്നു 2 മിനിറ്റ്. ഇത് ഫുള്ള് വണ്ടികളാട്ടോ. ചൈന ലാൻഡ് ക്രൂസർ ഇതല്ലേ കൊടുക്കുന്നു. കണ്ടമാനം സാധനം ഉണ്ട് കേട്ടോ. ഇതൊക്കെ റഷ്യൻ അവിടെ റൂസ്കി കിടക്കുന്നത്. സംസാരിക്കാം 5 മിനിറ്റ്. അതെ, ചൈന ലാൻഡ് ക്രൂസർ പോലെ ഇരിക്കുന്ന വണ്ടി പറഞ്ഞിട്ടും കാര്യമില്ല. ഇൻസ്പിറേഷൻ, നമ്മൾ ഇൻസ്പിറേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ചൈന വണ്ടികൾ ഇൻസ്പിറേഷൻ ചെയ്യുന്നുണ്ട്. ഇൻസ്പിറേഷൻ ചെയ്ത് അവർ ചെറിയ പൈസക്ക് കൊടുക്കുന്നു അല്ലേ? യെസ്. ഫൈനലി ഞങ്ങൾ കസാക്ക് ദാബയൊന്നുമല്ല, കസാക്കിലെ സ്ഥലമാണ്. ഈ വണ്ടി ഇങ്ങനെ എന്താ പറയുക, റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഇവോക്കോ ഇറ്റാലിയൻ ബ്രാൻഡ്, വോൾവോ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, ചൈനയിൽ നിന്നും ഇവർ കേട്ടടാ ലിബിനെ, ഈ കമ്പനിയുടെ മറ്റേ സാധനം ഏതാ? ആ ഡിഫൻഡറിന്റെ അതേപോലത്തെ ഡിഫൻഡർ ഇല്ലേ, ആ സാധനം. ഇത് ഫുള്ള് എനിക്ക് റഷ്യക്കോ അങ്ങനെ അകത്ത് പോകുന്നതായിരിക്കും. തീവണ്ടി. ഇതല്ലേ, ഇത് അടിയിലെ ടങ്ക് ഉണ്ടെന്ന് തോന്നുന്നു. ടങ്ക് ടങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാ. ഇത് കിട്ടുമെന്ന് പറഞ്ഞു എടുക്കാറുണ്ടല്ലേ? പക്ഷെ കാശില്ല. എടുക്കാം. ഇത് നോക്കി, ഈ ഒരു വോൾവോ, ഇത് കിർഗിസ്ഥാൻ വോൾവോ കേട്ടോ. ഫുൾ സെറ്റപ്പ് ചെയ്ത വണ്ടി. ഇതാ ടങ്ക് ഇതാ കിടക്കുന്നു. ഹേയ്, ഇപ്പുറത്ത് നമ്മൾ കണ്ടില്ലല്ലോ ഇവനെ. ഇവരുടെ ലക്ഷറി XUV-കളാട്ടോ. എൻ്റെ പൊന്നെ, ടങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനങ്ങളായി കിടക്കുന്നത്. എന്തോരം സാധനം നോക്കിയേ. സൂപ്പറാ കേട്ടോ. ഇതെല്ലാം ചൈനീസ് ടയറുകൾ, ചൈനീസ് വാഹനങ്ങൾ. സസ്പെൻഷനൊക്കെ എയർ സസ്പെൻഷൻ പോലെ സസ്പെൻഷനിലാട്ടോ. സാധനമൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമോ? ചൈന കിട്ടുമായിരിക്കും.
ഇവരെല്ലാവരും ചൈനീസ് ടയറായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് ഈ വോൾവോയൊക്കെ മിച്ചലിനും യൊക്കോഹോമയൊക്കെ ആയിരിക്കും, ബാക്കിയൊക്കെ ചൈനീസ് സംവിധാനങ്ങൾ. ഇതൊക്കെ എക്സ്ട്രാ പിടിപ്പിക്കുന്നതാടാ. ഞങ്ങൾ ഈ ഒരു സംഭവം കണ്ടപ്പം ഒരാവേശത്തിന് ഇങ്ങ് ഇറങ്ങിയതാട്ടോ. എന്തോരം ടങ്കിന്റെ വണ്ടിയാന്ന് കണ്ടില്ല കേട്ടോ, എന്തോരം വണ്ടിയല്ലേടാ. പിന്നെ ഇവനെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിയുടെ ഒക്കെ വില പോകും. നമ്മളവിടെ ഇറങ്ങാൻ സമ്മതിക്കും കേട്ടോ. നമ്മുടെ ഇന്ത്യയിലും അമേരിക്കയിലും ജീവിതത്തിൽ ചൈനീസ് വാഹനങ്ങൾ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതോടുകൂടി മാർക്കറ്റ് പൊളിഞ്ഞ് കൈ കിട്ടും. കാരണം ഒന്നാമത് വിലക്കുറവ്, ഒന്നാമത് BYDനെ നിലം തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾക്ക് ഫെസിലിറ്റി കുറവാണ്. ഇതിന് ഫെസിലിറ്റി അല്ല, ഇതിന് ഫെസിലിറ്റി കൂടുതലാണ്. അല്ല കാര്യം എന്ന് പറയാമോ, ഒരു 5 കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ആൾക്കാർ വണ്ടി മേടിക്കില്ലേ, അങ്ങനെയുള്ളവർക്ക് ചൈന വണ്ടി ബെസ്റ്റാ. അതേസമയത്ത് ഒരു 15 കൊല്ലം 20 കൊല്ലം ഉപയോഗിക്കണമെന്ന് മനസ്സുള്ളവർക്ക് ജർമ്മൻ വണ്ടികളാണ് നല്ലത്. ഇതേതാടാ, ഇത് ഇറാൻ. ഇത് ഇറാൻ ട്രക്ക് കേട്ടോ. ഇറാൻ അതേടാ, ഇറാൻ ട്രക്ക് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത് ഇറാനേത് ഇറാന്റെ വണ്ടിയായിട്ട് ഈ കാണുന്നത്. ഇറാനിലും DF ഒക്കെ ഉണ്ടല്ലേ. പക്ഷേ ഇറാനിൽ ഇപ്പം ബ്ലോഗർമാർക്ക് കഷ്ടകാലമാണ്. എല്ലാവരും ചാരന്മാരാന്ന് പറഞ്ഞ് പിടിക്കുക. ബ്ലോഗർമാരെ പിടിക്കുകയാണോ? കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരാളെ പിടിച്ചിട്ടുണ്ട്, ഒരു ബൈക്കിന് വന്ന 2 പേരെ. ആണോ? യൂറോപ്പുകാരെ. അങ്ങോട്ട് പോയിരിക്കുന്ന ഭേദം. ഇതുണ്ട്, വണ്ടികളൊക്കെ റെസ്റ്റ് കഴിഞ്ഞാൽ ഓരോരുത്തർ പോകും. സ്കാനിയ ഇവിടെ വളരെ അപൂർവം കേട്ടോ, സ്കാൻ ചെയ്ത് പോകുന്നു. അപ്പം അതേപോലെ തന്നെ കുറേ വണ്ടികളുണ്ട്. അത് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ ട്രക്ക് കേട്ടോ പോകുന്നത്. ഇവർക്ക് തൊട്ടിപ്പുറത്ത് റൂസ്കി ഓടിക്കുന്നവർക്ക് 2 ലക്ഷം. ഇത് റൂസ്കി കേട്ടോ, റഷ്യനാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ, അങ്ങനെ എന്തൊക്കെയോ. ഗൈസ് നോക്കൂ, ലിബി അങ്ങോട്ട് പോവാ കേട്ടോ. ഇത് എന്നാണ് സംഭവം? റഷ്യ. ഇത് റഷ്യക്കാരാട്ടോ. ഇവർ റൂസ്കി ആയിരിക്കും സംസാരിക്കുന്നത്. ഇതും അങ്ങോട്ടുള്ള ലോഡുകളും സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഗൈസ് നോക്കൂ, റൂസ്കി. I am Moscow. Что, в Москве ни разу не был? No, русский, English. ഇവരെല്ലാം റഷ്യക്കാരാണ്. മോസ്കോയിൽ ഒരു സ്ഥലം അവര് പറയുന്നത്. മോസ്കോ. ഒരു ചായ കുടിക്കും. ഹിന്ദുസ്ഥാൻ, ഇന്ത്യ. 50-м году надо было ехать, Олимпиада 80. India. А едешь в Москву, Путин. മോസ്കോയിൽ എവിടെയാ പോകുന്നതെന്ന്? പുടിൻ. എന്തൊക്കെയാ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഗൈസ് നോക്കൂ, ഇവര് ഇതുണ്ട്. ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇത് റഷ്യ, അത് കസാക്ക്, അങ്ങനെയുള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പുള്ളി ഞങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ പുള്ളി പോയി. ഇവിടെയുള്ള ഡ്രൈവർമാരും സംഭവങ്ങളൊക്കെ പറന്നെത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടെ. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് നോക്കിയേ, എത്ര സാധനങ്ങൾ വെച്ചേക്കണമെന്ന് നോക്കിയേ. എൻ്റെ അമ്മ ഇപ്പോഴാട്ടോ ഞാനും ശ്രദ്ധിക്കുന്നത്. ഗൈസ് എന്തായാലും ഫൈനലി നമുക്ക് വണ്ടി എടുക്കാം കേട്ടോ. ഹായ്. ഈ കസാക്കികൾ അടിപൊളി മനുഷ്യന്മാരാട്ടോ. ഇവരങ്ങനെ വലിയ മറ്റേ റഷ്യക്കാരെന്ന് വെച്ചാൽ ഇച്ചിരി പിന്നെ പറയുക ഇച്ചിരി ദേഷ്യപ്പെടുന്ന സെറ്റപ്പ്. അവരുടെ ഒരു സെറ്റപ്പിൽ റൗണ്ടിൽ നിൽക്കുകയുള്ളൂ. ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു എന്താ പറയുക ഇവരാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാൾക്കാരാണ് റഷ്യക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ. അവരുടെ രീതികളും അങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഈസി, അതായത് കസാക്കിൽ ഈസിയുമാണ്. ഇത് അടിപൊളിയായിട്ടോ, കുറേ പ്രാവശ്യം ഞങ്ങൾ ഉപയോഗിച്ചാണ്. ഇത് അവർ നമുക്ക് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടോ പയ്യന്മാർ. അപ്പോൾ ഇതിൻ്റെ അത് ഇപ്പോൾ 5000 രൂപ ബാലൻസ് ഉണ്ട്. ഇവിടുത്തെ 5000. നമുക്ക് എത്ര GB വേണം? ഇത് തന്നെ ഇതാക്കല്ലേ, അപ്സെറ്റ്. ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ റീചാർജ് ആയിട്ടോ. യുവർ പാക്ക് ഈസ് വെയിറ്റ് ആയി. പിന്നെ അത് വരും കേട്ടോ, എത്ര GB ആണെന്നല്ല. ഇപ്പോൾ 1.5 നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്നാ പാക്കേജ് കൺഫേം ഇപ്പം വരും കേട്ടോ. പറഞ്ഞു വന്ന കേസ് ഒന്നുമില്ലതായോ. റഷ്യയിൽ സിം എടുക്കൽ പാടാണ്. റഷ്യയിൽ സിം കിട്ടൂല വിദേശികൾക്ക്. ഇപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലടാ ലിബിനെ. ഇതിപ്പോൾ ഒന്നുമില്ല, ബാലൻസ് അതേപോലെ തന്നെ കാണിക്കാണല്ലോ. വന്നു കയറി 30 GB കയറുമല്ലോ. 33 GB കയറി. ആണോ? അത് എത്രയായിരുന്നു? ആക്റ്റീവ്. ഗൈസ് ഫൈനലി ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ റഷ്യയിൽ ഇനി സിം എടുക്കലാണ് പരിപാടി. ചലോ റഷ്യ. ഗൈസ് നമ്മൾ വീണ്ടും വണ്ടി എടുക്കുവാണ് സുഹൃത്തുക്കളെ. ഇവിടെയുള്ള ആൾക്കാരെല്ലാം തലയിട്ട് നോക്കുന്നുണ്ടോ? ഇത് പിള്ളേരെവിടെ? പിള്ളേരാണ്. നോക്കിയേ, റഷ്യ മോസ്കോ. നിർത്താൻ വണ്ടി അവിടെ നിർത്തും. അവർ നിർത്താനാണ് ഉദ്ദേശിച്ചത്. നിർത്താനല്ല പറഞ്ഞേ, നിർത്താനാണ് പറഞ്ഞത്. പക്ഷെ അവരെ കൊണ്ടുപോയേ
മാറ്റി നിർത്താനായിരിക്കും. ഉള്ളിൽ ഇതെന്തായിരിക്കും? ഉദ്ദേശഭാവി ദൈവത്തിനറിയാം കേട്ടോ എന്നാന്നുള്ളത്. പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. വേറെ കാര്യം ഇത് മൊത്തം തന്നെ സവോള തുറന്നിട്ടാക്കുന്നത്. ദൈവമേ, ഇത് എന്തോ ഒരു സവോളയാ. ഒരു സവോള ചാക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നോ? അവൻ എണ്ണ അടിക്കാനാണോ? സവോള എന്താ ഇതാക്കി ചൂട് കാരണം പോകാതിരിക്കാനായിരിക്കും അവനെ. അവൻ നിർത്തി അവിടെ. Head north toward M32. ഇത് എന്നാ In സംഭവം? 100 meters, Photo merge എടുക്കുന്ന onto ഉദ്ദേശം. M32. ഫോട്ടോ നമുക്ക് പോയാലോ? ഗൈസ്, ആൾക്കാരൊക്കെ ചറവറ ചാടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഖസാക്കാണോ ഉസ്ബക്കാണോ എന്ന് കണ്ടിട്ട് അറിയത്തില്ല. ഇവിടുത്തെ റൂട്ട് വണ്ടിയാട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ. നീ ഒന്ന് ഇറങ്ങി ചെന്ന് ബലിയാടായിട്ട് വാ. ഗൈസ്, ഹായ് ഹായ് ഹായ്. യെസ്, വലൈക്കും അസ്സലാം. ഹലോ, അസ്സലാമു അലൈക്കും. ഗൈസ്, ഇവര് കുറെ പേരുണ്ട്. ഇവരിവിടെ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നും പറഞ്ഞ് നിർത്തിയതാട്ടോ. ലിബി ഞങ്ങളെല്ലാം ഇവിടെ നിർത്തി. വേറെ വഴിയും സംഭവമൊന്നുമില്ല. കുറെ നേരം ഇവര് ഞങ്ങളോട് നിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ നിന്നു കേട്ടോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഗൈസ്, ഇവര് കുറെ പേരുണ്ട് കേട്ടോ. വലൈക്കും അസ്സലാം. ഗൈസ്, ഖസാക്കിൽ നല്ല മനുഷ്യന്മാരാട്ടോ കേട്ടോ. പുള്ളിക്കാരൻ ഈ വണ്ടി നോക്കാൻ വേണ്ടിയാണ് സംഭവം. ശരിക്കും ലിബി അതിൻ്റെ ഇടയ്ക്ക് പോയി ബലിയാടായി നിൽക്കുന്നുണ്ട് കേട്ടോ. റഷ്യ യെസ്, മോസ്കോ ടു ഫിൻലാൻഡ്, യൂറോപ്പ. ഓ, ഇവനെന്തോ മെഡൽ കിട്ടിയതാട്ടോ വടംവലിക്കോ എന്തോ സംഭവം. 2025. വാട്ട് ഈസ് ദിസ്? ഇന്ത്യ, നേപ്പാൾ, ചൈന, സ്പോർട്സ്. ഓ, വടംവലി. ഗൈസ്, നോക്കൂ, ഇവനെന്തോ മെഡൽ കിട്ടിയ സംഭവമാണ്. അപ്പൊ നമ്മളെ കാണിച്ചു എഞ്ചിൻ സെയിം കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മെഷീൻ എഞ്ചിൻ ഇത് തുറന്ന് എഞ്ചിൻ തുറന്ന് കാണിക്കണം. പെട്ടു. ബെൻസ് എഞ്ചിൻ തുറന്നല്ലോ. തുറക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തൊക്കെ ഐഡിയ ആയിരിക്കും. സാധനം പൊങ്ങി കിട്ടിയില്ലേ? സെയിം നല്ല എത്തി വലിഞ്ഞ് നോക്കുക കേട്ടോ. സ്പ്ലിൻഡർ ബെൻസ് സ്പ്ലിൻഡർ സെയിം. ഓക്കെ പ്ലീസ്. ദിസ് ഓക്കെ ഗൈസ്, ഞങ്ങൾ പെട്ടു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഐ എം ഗോയിങ് മോസ്കോ. ഓക്കെ. ഗൈസ്, എത്ര പേരാന്ന് നോക്കിയേ. എത്ര പേരാന്ന് നോക്കി ഒറ്റ അടിക്ക് കുടുങ്ങിയത്. കസാക്കിസ്ഥാന്റെ ഫ്ലാഗ് തന്നിട്ടോ അവര്. ഇവിടെ വെക്കൂടാ? എവിടെ വെക്കും? ഇവിടെ വെക്കാം അല്ലേ? ഓക്കെ. അല്ലേ. അടുത്ത് റഷ്യയുടെ കൊടിയെടുത്ത് വണ്ടീനകത്ത് വെക്കണേ. അപ്പം നമ്മൾ യൂറോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ നിൽക്കും. എല്ലാം ഇല്ലടാ. എല്ലാം പോവാ. റൈറ്റ്. പോവാ.